മലപ്പുറത്ത് പോളിംഗിനായിട്ട് ആൾക്കാരിങ്ങനെ ആ ഒരു ക്യൂ അത് ആരംഭിച്ചു. വളരെ അച്ചടക്കത്തോടു കൂടെയുള്ള ക്യൂ പാലിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് അവിടെ കാണാമെന്ന് പറയുന്നു. സമീർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ക്യൂ തുടങ്ങിയല്ലേ? വെരി ഗുഡ് മോർണിംഗ്. ആളുകളൊക്കെ തന്നെ എത്തി തുടങ്ങി. നേരത്തെ തന്നെ ആളുകൾ ഇവിടെ എത്തി ക്യൂ നിൽക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുക, മടങ്ങുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് എത്ര നേരത്തെ തന്നെ ആളുകളൊക്കെ എത്തിയിരിക്കുന്നത്. ഒരുപാടധികം ആളുകൾ ക്യൂവിൽ നിൽക്കുന്നു, ബാക്കിയുള്ളവർ പുറത്ത് നിൽക്കുന്നു, ഇങ്ങോട്ടേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇക്ക നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ വന്നോ? നേരത്തെ തന്നെ സ്ഥിരം വരാറുണ്ടോ? പെട്ടെന്ന് വോട്ട് ചെയ്ത് പോകാൻ വേണ്ടി വന്നാണല്ലേ? ഇത്തരത്തിൽ പ്രായമായവരും പിന്നെ അല്ലാത്തവരുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് കാത്തിരിക്കുകയാണ്. നിലവിൽ മോക്ക് പോളിംഗ് ഒക്കെ തന്നെ നടത്തി വോട്ടിംഗ് മെഷീനൊക്കെ തന്നെ പരിശോധിച്ച് ഒരു പ്രശ്നവുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ തീരുമാനം. ഏതായാലും ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നേരത്തെ തന്നെ വന്നല്ലേ? അതെ 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 അതെ. പിന്നെ 7 മണിക്കല്ലോ ടൈം. നമുക്ക് ടൈമായല്ലോ. ഏകദേശം 1-2 മിനിറ്റല്ലേ ഉള്ളൂ. അല്ല 10 മിനിറ്റ് ഉണ്ട് അല്ലേ? അതിന് മുമ്പായിട്ട് സാധിക്കലി തങ്ങൾ വരും. ഇപ്പോൾ പിന്നെ കൂടെ മുനവർ അലി തങ്ങളുണ്ടാവും, അബ്ബാസ് അലി തങ്ങൾ. അപ്പോൾ അവർക്കാണ് ഈ ബൂത്തിലുള്ളത്. മറ്റുള്ളതൊക്കെ അങ്ങേ ഭാഗത്തിലുള്ളത്. ഓരോ നിങ്ങളൊക്കെ നേരത്തെ കാലത്ത് എത്തും? തീർച്ചയായിട്ടും. കാരണം നമ്മളിത് ഒരു തുടക്കം സാദിഖലി തങ്ങളായിരിക്കും. മൂപ്പര മുമ്പുള്ളത് ഹൈദരലി തങ്ങളായിരുന്നു. അതിൻ്റെ മുമ്പുള്ള മുഹമ്മദ് അലി തങ്ങളായിരുന്നു. അപ്പോൾ ഓരോരുത്തരും മരിച്ചതിനനുസരിച്ച് മുഹമ്മദ് അലി തങ്ങൾ മരിച്ചു. അതിൻ്റെ പിന്നെ ആ സ്ഥാനത്ത് എത്തുന്നത് ഹൈദരലി തങ്ങളാണ്. ഇപ്പോൾ ഇതാഞ്ഞിപ്പോൾ നമുക്ക് സാദിഖലി തങ്ങളാണ്. ആദ്യത്തെ വോട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് സാധാരണ കൊല്ലങ്ങളായിട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ അവരുടെ അനുഭവം പറയുകയാണ്. അത് പാണക്കാട് ബൂത്താണ്. പാണക്കാട് തങ്ങന്മാർ മുഴുവനായും വോട്ട് ചെയ്യാൻ എത്തുന്ന ബൂത്താണ്. അതിന്റെ ഒരു കാര്യം അദ്ദേഹം പങ്കുവെക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവരാണ് അവിടെ സാധാരണഗതിയിൽ നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്താറുള്ളത്. പാണക്കാട് സാദിഖലി തങ്ങൾ 7 മണിക്ക് തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി 7:20 വോട്ട് രേഖപ്പെടുത്തും. അങ്ങനെ എല്ലാവരും തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ പോളിംഗ് ശതമാനം എത്രത്തോളം ആകുമെന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം ഈ തുടക്ക സമയത്ത് തന്നെ കൂടുതലായിട്ടും ആളുകൾ എത്തിച്ചേരുന്നത് നല്ലൊരു സൂചനയായിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത്. എല്ലാവരും തന്നെ മുഖ്യ പ്രാധാന്യം നൽകുന്നത് തങ്ങളുടെ വോട്ടുകൾ അതിവേഗത്തിൽ തന്നെ പെട്ടിയിലാക്കുക എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക, ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കേണ്ടവരെ അങ്ങനെ എത്തിക്കുക, അല്ലാത്തവരെയൊക്കെ തന്നെ മറ്റു തരത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ എല്ലാവരും നടത്തി അങ്ങനെ അതിവേഗത്തിൽ തന്നെ തങ്ങളുടെ വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എല്ലാ പാർട്ടികളും തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്രയധികം വലിയൊരു തിരക്ക് നമുക്ക് രാവിലെ തന്നെ കാണാൻ കഴിയുന്നത്. സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ നേരത്തെ തന്നെ എത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിൽ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും തന്നെ മോക്ക് പോളിംഗ് ഒക്കെ തന്നെ നടന്നു വരികയാണ്. അതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മുതുവല്ലൂർ പഞ്ചായത്ത് 13-ാം വാർഡാണ്. അവിടെ ഇപ്പോൾ ആ വോട്ടിംഗ് മെഷീൻ ഒരു കംപ്ലൈന്റ് കണ്ടെത്തിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് മെഷീനാണ് തകരാറ് കണ്ടെത്തിയിരിക്കുന്നത്. വോട്ടിംഗ് മെഷീൻ മാറ്റി പുതിയത് വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ശരി, സമീർ ബിൻ കരീം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.